പ്രിയപ്പെട്ടവരെ, ഒരു തനി നാടൻ മിസ്രി ഗ്രാമത്തിൽ വിരുന്ന് എങ്ങനെയെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലുള്ള ജബലുന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ് ആദ്യമായിട്ട് അബുൽ ഹനീൻ, അതായത് അവരുടെ പിതാവിനെ നമ്മൾ പരിചയപ്പെടുന്നതും അങ്ങനെ വലിയൊരു ബന്ധത്തിലേക്ക് അത് എത്തുകയും ചെയ്തത്. നമ്മൾ നിരന്തരം പറയും മിസ്രിൽ വരണം എന്ന്, വീട്ടിൽ വരണം എന്ന്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മിസ്രിലെത്താനും അവരുടെ വീട്ടിലേക്ക് പോകാനും കഴിഞ്ഞത്. ഏതാണ്ട് 2.5 മണിക്കൂർ കൈറോയിൽ നിന്ന് യാത്ര പോയി അറബിയ വണ്ടി വഴി പോകണം അവരുടെ വീട്ടിലെത്താൻ. അങ്ങനെയാണ് നമ്മൾ അവിടെ വീട്ടിലെത്തിയത്. മഹല്ലത്തുൽ കുബ്ര നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. തഫ്സീർ ജലാലൈനിയുടെ മുസന്നിഫിൽമാരിൽപ്പെട്ട മഹല്ലിമാമിൻ്റെ നാടും കൂടിയാണ്. മൗക്കിഫിലേക്ക് അവരുടെ വലിയുപ്പ് എത്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അവർ തുർക്കിയിൽ ഇപ്പോൾ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. ഏതാണ്ട് 10 മണിയോടുകൂടെ തന്നെ നമ്മൾ അവിടെ എത്തി. പിന്നെ അവരുടെ ആതിഥ്യ മര്യാദ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവർ ആദ്യം തന്നെ അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഐഷ് എന്ന ജീവിതം എന്നുള്ള പേര് തന്നെ ഇട്ട അവരുടെ വിഭവമാണ്. അവരുടെ ഒരു ഗോതമ്പിൻ്റെ ഒരു റൊട്ടിയാണ് ഐഷ്. അത് അവർ ഫില്ലിങ്സൊക്കെ ആയിട്ട് അത് തന്നു. അതോടൊപ്പം ഒരു പായസം പോലെയുള്ള ഒരു പാനീയവും തന്നു. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ നാടുകളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കി. അൽഹംദുലില്ലാഹ്, അവരുടെ പ്രധാന നൂലിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അത്തരം കമ്പനികളിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്കൊക്കെ അയക്കുന്ന ധാരാളം ടാക്കുകളൊക്കെ നമുക്ക് കാണാനായി. അതിനുശേഷം നെയിലിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ചോളവും അതുപോലെ തന്നെ അരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ് അവിടെ കൃഷി ചെയ്തിരുന്നത്. അതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നേരെ പള്ളിയിൽ പോയി തിരിച്ച് വീണ്ടും അവരുടെ വീട്ടിലേക്ക് വന്നു. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് അവർക്ക് നമുക്ക് നൽകിയിരുന്നത്. വളരെ സ്റ്റാർട്ടറായിട്ട് സൂപ്പും അതേപോലെ തന്നെ ബീഫിൻ്റെയും അതുപോലെ തന്നെ ആടിൻ്റെയും ചിക്കനൊക്കെ കൊണ്ട് വളരെ സമൃദ്ധമായിട്ടുള്ള ഫുഡ് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അവരുടെ മകള് നടത്തുന്നൊരു ചെറിയൊരു മദ്രസ ഉണ്ട്. ആ മദ്രസയിൽ കുട്ടികളെ ഒന്നിച്ച് നമ്മൾ ഞാത്ത് പാടുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെയുള്ള കുട്ടികൾക്കൊന്നും നമ്മുടെ നാട്ടിലുള്ളതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനുള്ളൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മദ്രസകളൊക്കെ ആശ്രയിക്കാൻ അവർ കാരണമായത്. ഏതായിരുന്നാലും നല്ല രൂപത്തിൽ ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും കൈറോയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ അവർ സന്തോഷത്തിലൊരു ഗിഫ്റ്റ് തരികയും പിന്നെ നേരെ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഈജിപ്തിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ടുക് ടുക് എന്ന് പറഞ്ഞ നമ്മുടെ ഓട്ടോയിൽ തന്നെ അവർ നമ്മളെ കയറ്റി നമ്മളെ കൈറോയിലേക്ക് യാത്ര ചെയ്യിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.